TB മിനി ഇത് കനത്ത തിരിച്ചടിയാണ് സർക്കാരിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറുപടി പറയേണ്ടത് നേരത്തെ ന്യായീകരണ കോട്ടകൾ നിരത്തിയ മന്ത്രിമാരാണ്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നത് ഞാൻ ഈ റിപ്പോർട്ട് ഇല്ലേ എന്നാണ്. മുൻ മന്ത്രി AK ബാലൻ പറഞ്ഞത് ഇത് പുറത്തുവിടുവാൻ സർക്കാരിന് പരിമിതിയുണ്ട്, കാരണം വിവരാവകാശ കമ്മീഷണർ അങ്ങനെ ഒരു തടസ്സം ഉന്നയിച്ചിരുന്നു. ജസ്റ്റിസ് ഹേമ തന്നെ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിടരുതെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ വെറും 9 പേജുകളേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഇടക്കാല ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രഹസ്യാത്മകത അത് ഇരയുടേതാണ്, അതുപോലെ തന്നെ ആരോപണ വിധേയരുടെ രഹസ്യാത്മകതയായാൽ പോലും അത് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് ഈ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാതിരിക്കുന്നതിന് ന്യായീകരണമല്ലല്ലോ എന്ന്. ഇത് തന്നെയല്ലേ നമ്മളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വരുന്നതിന് മുൻപ്. അപ്പോൾ സർക്കാർ അന്നും ഈ ന്യായീകരണ കോട്ടകൾ നിരത്തുകയായിരുന്നു, അതെല്ലാം പൊളിഞ്ഞ് പാളീസായിരിക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും അതായത് നമ്മൾ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, നമ്മളൊരു സർക്കാരിനെ കാണുമ്പോൾ സർക്കാരിന്റെ മിഷനറി നിയമവകുപ്പ്, ആരോഗ്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, പിന്നെ നമ്മൾ നോക്കുമ്പോൾ സജി ചെറിയാന്റെ സാംസ്കാരിക വകുപ്പിന്റെ പിന്നെ ഒരു തൊഴിൽ വകുപ്പ്, ഈ 4 വകുപ്പുകളെ സംബന്ധിച്ചും അതിലേറ്റവും പ്രധാനം ആഭ്യന്തര വകുപ്പും നിയമവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ റിപ്പോർട്ട് ക്രൈം നടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫർമേഷൻ ഞാൻ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയുമായിരുന്നു. അതായത് ആ റിപ്പോർട്ടിൽ ഒരു ക്രൈം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ സർക്കാർ നിയമിച്ച ഒരു അതോറിറ്റിയുടെ മുൻപാകെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് FIR വീഴേണ്ട ഒരു സംഗതിയാണ്. അത് CRPC പ്രകാരമായിട്ടാണെങ്കിലും പുതിയ BNSS ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും രണ്ടും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ FIR വീഴണം എന്നുള്ളത്. അപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം അതിന്റെ പരിധിയിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. പിന്നെ ഹേമ കമ്മിറ്റി അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് സർക്കാരിനെ ന്യായീകരിച്ച് വന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഹേമ കമ്മിറ്റിയിൽ നമ്മൾക്ക് കിട്ടിയ പോർഷനിൽ ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് വിക്ടിംസിന്റെ സ്വകാര്യത ലംഘിക്കരുത് എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോ വിക്ടിംസിന്റെ സ്വകാര്യത ലംഘിക്കാൻ ഇവിടെ ആരും പറയുന്നില്ല. കോടതി, ഞാൻ എത്രയോ ദിവസം പറയണതാണ്, ഇത് റിപ്പോർട്ട് മുഴുവനായിട്ട് പുറത്തു വിട്ടിട്ട് ചാനലുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. റിപ്പോർട്ട് 4.5 വർഷം സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ട് അതുമേൽ നടപടിയെടുത്തില്ല എന്ന് പറയുന്നതാണ്. അതാണ് ഗൗരവതരമായി കോടതി ഇന്ന് കണ്ടേക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് മീഡിയ നിങ്ങൾ നടത്തിയ എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹത്തിനെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി, ചിലരതിന് വിപ്ലവം എന്ന് പറഞ്ഞു, ചില ആളുകൾ മറ്റു തരത്തിലുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ച്, എനിവേ നിങ്ങൾ നടത്തിയ കുറെ കാലങ്ങളായിട്ട് മീഡിയയിൽ നിന്ന് ഇല്ലാത്ത ഒരു സൂക്ഷ്മമായ പ്രവർത്തനം മീഡിയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ അഭിവാദ്യം പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. കാരണം ഈ സംഘടിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, വനിതാ പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചത് മൗനം പാലിച്ചു എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള മൗനമാണ്. കാരണം അത്ര വലിയ ഒരു ക്രൈം ഈ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരുന്നിട്ട് അവരവരെ ആൾക്കാരെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ ഇവരുടെ എല്ലാവരുടെയും സംഘടനയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും, ആ സംഘടനയിൽ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ ഈ രാജ്യത്തുള്ള നിയമവും രാജ്യത്തെ സ്ത്രീകളുടെ ഇക്വാലിറ്റിയും അവരുടെ സുരക്ഷിതത്വവും തൊഴിലിടത്തിന്റെ സുരക്ഷിതത്വവും അതുമായി ബന്ധപ്പെട്ട പോഷ് ആക്ട് അടക്കമുള്ള കാര്യങ്ങളും മറന്നു എന്ന് പറയുന്നതും, ആ മേഖലയിൽ നടന്നിരിക്കുന്ന ആധുനികവൽക്കരണത്തിന്റെ, ജനാധിപത്യവൽക്കരണത്തിന്റെ, ജെൻഡറായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ ആ മേഖലയിലേക്ക് നിരവധി തൊഴിലിടങ്ങളിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സർക്കാർ ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്
ചെയ്യാൻ മറന്നുപോയത്. ശരിയാണ്, അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണെന്ന് കൃത്യമായിട്ട് തന്നെ അത് ഇതൊരു ഇടക്കാല ഉത്തരവ് 9 പേജ് മാത്രമേ ഉള്ളൂ എങ്കിലും ഞെട്ടിക്കുന്നതാണ് സർക്കാരിന്റെ നിഷ്ക്രിയത്വം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതി എന്നത് എടുത്തു പറയേണ്ടതാണ്. അതായത് സർക്കാരിന് ഒരു വലിയ പരാജയം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയെ സർക്കാർ മാനിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ,